ഇത് ജോർദാൻ്റെ തലസ്ഥാനമായ അമ്മാൻ. അമ്മാനിൽ ഇന്നലെ ഉച്ചക്കാണ് ഞങ്ങൾ ലാൻഡ് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ 1-2 വിസിറ്റെല്ലാം ഉണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ പെട്ര കാണാൻ വേണ്ടി പോവുകയാണ്. പെട്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ പെട്ര ജോർദാനിലാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് വാദി മൂസ എന്നുള്ള സ്ഥലത്തേക്കാണ്. ജോർദാനിൽ നിന്ന് ഏകദേശം 215 കിലോമീറ്റർ ദൂരമുണ്ട്. അതിൻ്റെ തെക്ക് ഭാഗത്താണ്. കാരണം 6 പെട്രോളിൽ പോകണമെന്നുണ്ടെങ്കിലും ആദ്യം വാദി മൂസയിലെത്തിയതിന് ശേഷം മാത്രമേ പെട്രോളിൽ പോകാൻ പറ്റുള്ളൂ. അതിനടുത്തുള്ളൊരു സിറ്റിയാണ് വാദി മൂസ. വാദി മൂസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂസയുടെ താഴ്വര. മൂസ എന്ന് പറഞ്ഞാൽ മൂസ നബിയുടെ താഴ്വര എന്നാണ് വാദി മൂസ എന്ന് അറിയപ്പെടുന്നത്. അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂസ നബി ഈ വഴിയിൽ വാദി മൂസയിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അവിടെ വെള്ളം കിട്ടാത്തൊരു സ്ഥലമായിരുന്നത്. അപ്പോൾ അവിടെ വടി കൊണ്ടടിച്ചപ്പോൾ ഒരു അരുവി ഉണ്ടായി. ആ അരുവിയിലാണ് ജനങ്ങൾ ജീവിച്ചതെന്നാണ് വിശ്വാസം. അങ്ങനെ വാദി മൂസ എന്ന് പറഞ്ഞാൽ ഒരു പേര് മാത്രമല്ല, ഒരു വിശ്വാസം. അതാണ്. ഞങ്ങളെ ബസ്സിലെ മുഴുവൻ പാസഞ്ചേഴ്സ് 55ഓളം യാത്രക്കാരുണ്ട്. എല്ലാവരും ഫാമിലി പോലെയുള്ള യാത്രക്കാരാണ്. എല്ലാവരും പുറത്ത് നോക്കി. ഈ ഒരു പരിചയമില്ലാത്ത സ്ഥലം നമ്മൾ ഒരിക്കലും കാണുകയും കേൾക്കുകയും ചെയ്യാത്ത സ്ഥലത്ത് കൂടിയല്ല നമ്മൾ പോകുന്നത്. ഇവിടുത്തെ ഭൂപ്രകൃതിയെല്ലാം ഒരു വ്യത്യസ്തമായ ഭൂപ്രകൃതിയാണ്. കാരണം ഇത് ജോർദാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിലെ ഏറ്റവും ലോവസ്റ്റ് പാർട്ടാണ്. ഏറ്റവും സമുദ്രത്തിൽ നിന്ന് ഏറ്റവും അടിവശത്താണ് ഇതിൻ്റെ സ്ഥാനം. ഏകദേശം 440 മീറ്ററോളം താഴ്ചയിലാണ് ഈ ജോർദാൻ കിടക്കുന്നത്. ജോർദാൻ താഴ്വര എന്ന് പറയും. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസം ഭൂപ്രകൃതിയിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പെട്രയുടെ ഗേറ്റിലെത്തി. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കിടന്നു. ടിക്കറ്റെല്ലാം നമ്മളെ ഗ്രൂപ്പ് ഓൾറെഡി പർച്ചേസ് ചെയ്തിരുന്നു. നമ്മളെ ടൂർ ഗൈഡാണ് ആ ടിക്കറ്റെല്ലാം കൊടുക്കുന്നത്. ടിക്കറ്റിൻ്റെ പ്രൈസ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് തള്ളിപ്പോവും. 50 ജോർദാനിയൻ ദിനാർ, അതായത് 6355 രൂപയിൽ പറയുകയാണെങ്കിൽ ഇത്ര പൈസ കൊടുക്കണം അതിൻ്റെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ. ഇതാണ് ടിക്കറ്റ് ഫെയർ. അങ്ങനെ ഞങ്ങൾ പെട്രയുടെ അകത്ത് കയറി. ഈ പെട്രയുടെ അകത്തുനിന്ന് ആ ഒറിജിനൽ പെട്ര സ്ഥലത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കിലോമീറ്ററോളം നടക്കണം. ഒരു ടോട്ടലി 3 കിലോമീറ്ററോളം നടക്കുന്ന എനിക്ക് തോന്നുന്നത്. ഏതായാലും ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. ഇതിനകത്ത് ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്, പക്ഷേ അതിനെല്ലാം ഭയങ്കര $100 ചാർജസ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഫോട്ടോ എടുത്തിട്ട്. പെട്ര എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളത് പെട്രോയിയസ് എന്ന ഒരു ഗ്രീക്ക് പേരിൽ നിന്നാണ് പെട്ര എന്നുള്ള ഷോർട്ട് പേര് കിട്ടിയിട്ടുള്ളത്. നമ്മളിതെല്ലാം പെട്ര ഒറിജിനൽ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. ഒറിജിനൽ അതിൻ്റെ എൻട്രൻസ് എത്തി കഴിഞ്ഞാൽ വീണ്ടും ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ സെൻട്രൽ എത്തുക പെട്ര. ഇനി പെട്രയെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ തരാം. പെട്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മരുഭൂമിയിൽ പാറകൾ അത് കുന്ന് വെട്ടി അത് തുരങ്കങ്ങളുണ്ടാക്കി അത് വീടുകളുണ്ടാക്കി ഗവൺമെൻറ് മന്ദിരങ്ങളുണ്ടാക്കി എല്ലാ സൗകര്യങ്ങളോടെയും ഒരു നഗരം തന്നെ അന്നത്തെ കാലത്ത് പണിത് വരുത്തി. ക്രിസ്തുവിന് 300 വർഷം മുമ്പ്, അതായത് 2400 വർഷം മുമ്പാണ് ഇവിടെ ഈ
നഗരം പണിതുയർത്തി എന്ന് പറയുമ്പോഴാണ് നമ്മളതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ മരുഭൂമി ഉണ്ടല്ലേ, അതിലാണ് ഈ പെട്ര എന്നില്ലേ. അന്നത്തെ കാലത്ത് വ്യാപാര ലോകം നിയന്ത്രിച്ച നഗരമായിരുന്നു ഇത്ര ഈ പെട്ര. ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ പൈതൃക നഗരം എന്നായിരുന്നു പെട്ര എന്ന് പറയുന്നത്. ആരാണ് ഈ പെട്ര നഗരം ഉണ്ടാക്കിയത്? നബാത്തിയൻ എന്ന് പറയുന്ന നബാത്തിയൻ സിവിലൈസേഷൻ എന്നാണ് പറയുക. ഒരു അറബ് വംശജരായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത്. അവരാണ് ഈ പണികളിലെല്ലാം വളരെ സ്മാർട്ടായിട്ടുള്ള പണിക്കാരുള്ള അന്നത്തെ കാലത്ത് ഇവിടെ ജീവിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. നബാത്തിയൻ സംസ്കാരം എന്നതിന് പറയുന്നത് ഏകദേശം ക്രിസ്തുവിന് 300 വർഷം മുതൽ 400 വർഷം മുമ്പ് വരെയായിരുന്നു വരുന്നത്. ഇവർ അറബ് വംശജരായ ഒരു ബുദ്ധിയുള്ളൊരു ജനതയായിരുന്നാണ് പറയുന്നത്. മരുഭൂമിയിൽ ജീവിക്കാൻ പറ്റിയ അത്യന്തം നിപുണർ, വെള്ളം പോലും ഇല്ലാത്ത സ്ഥലത്ത് വെള്ള സംഭരണ സംവിധാനം ഉണ്ടാക്കി ജീവിച്ചവരെന്നൊക്കെ അവരെ പറ്റി പറയുന്നത്. അവർ ഈ പെട്രയുടെ കൂടെ ഒരു പെട്ര വ്യാപാര നഗരമായിരുന്നു. പെട്ര എങ്ങനെ സമ്പന്നമായി എന്ന് ചോദിക്കുന്നത്. പെട്ര ഒരു വ്യാപാര നഗരമായിരുന്നു അത്രേ. ഇവിടെ കൂടെ കടന്നുപോയ പ്രധാന ചരക്കുകൾ, അതായത് ഈ സ്പൈസസ് ആയിരുന്നു മെയിൻ. സിൽക്ക്, സ്വർണം, അതുപോലെ അറേബ്യ, ഈജിപ്ത്, റോമൻ സാമ്രാജ്യം എല്ലാം ബന്ധിപ്പിച്ച വ്യാപാര പാതയുടെ ഹൃദയമായിരുന്നു പെട്ര എന്ന് പറയപ്പെടുന്നത്. ഇതെല്ലാം 2400 വർഷം കൊണ്ടെന്ന് ആലോചിക്കണം. ഈ നബാത്തിയൻ ജനത ചെയ്ത് ഭയങ്കര അത്ഭുതം എന്ന് പറയുന്നത് വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കുന്നത് പറഞ്ഞ് പാറകൾക്കുള്ളിലെ കനാലുകളുണ്ടാക്കി, മഴവെള്ളം ശേഖരിക്കുന്ന ടാങ്കുകളുണ്ടാക്കി, ഡാമുകളും പൈപ്പുകളും സ്ഥാപിച്ചു. അതുകൊണ്ട് പെട്ര പെരുമുമ്പിൽ പച്ച നഗരമായി മാറിയെന്ന്. ഇനി കുറച്ചുകൂടി ചെന്ന് കഴിഞ്ഞാൽ പെട്രയുടെ പ്രവേശന കവാടത്തിലെത്തും. അതിനുശേഷം നമ്മൾ ഇടുങ്ങിയൊരു വഴിയിലൂടെ ഏകദേശം 1.5 കിലോമീറ്റർ പോകണം. ഇതാണ് പെട്രയുടെ എൻട്രൻസ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഗേറ്റിലാണ്. ഇത് ഗേറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭാഗത്തിൽ പോകുന്നത്. ഇനി ആക്കണ്ട, ആ പാറകളുടെ ഇടയിലൂടെ നമ്മൾ പോകുന്നത്. അതിനിടയ്ക്ക് ഗുഹകളുണ്ട്, വീടുകളുണ്ട്, എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് പറയാൻ പറ്റില്ല. ഇത് ഇപ്പോഴെല്ലാം നശിച്ച അവസ്ഥയിലാണ്. ചില ഗുഹകളിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഗുഹ എന്ന് പറഞ്ഞാൽ അന്നത്തെ ജനങ്ങൾ ജീവിച്ചിരുന്ന വീടുകളാണ് ഈ ഗുഹ എന്ന് പറയുന്നത്. ഈ റെഡ് പാറകളിലാണ് അവർ ഈ കംപ്ലീറ്റ് വീടുകൾ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. പുറത്തേക്ക് ചെറിയ എൻട്രൻസ് മാത്രമേ ഉള്ളൂ. അകത്തോട്ട് നല്ല എല്ലാ സൗകര്യങ്ങളും കൂടിയ വീടുകളാണ് അത്രയും. 1-2 സ്ഥലങ്ങളിൽ നമ്മൾ കയറി കണ്ടു, പക്ഷേ കൂടുതലും ഇവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഞാനും അഷ്റഫ് ഭായും ഞങ്ങളുടെ ഫാമിലിയും ഞങ്ങളാണ് ഏറ്റവും ബാക്കിൽ നടക്കുന്നത്. കാരണം ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടും എല്ലാം കണ്ടിട്ടാണ് പോകുന്നത്. ടൈം വളരെ കുറവാണ് ഞങ്ങൾക്ക്. 6 o'clock എന്നാണ് അവിടുത്തെ 6 ഏകദേശം 4:30 മണി കഴിഞ്ഞിരിക്കുന്നു. 6 o'clock തിരിച്ചെത്തുന്നുള്ള രീതിയിലാണ് അവർ വിട്ടിരിക്കുന്നത്. 1.5 കിലോമീറ്ററോളം ഈ ഇടുങ്ങിയ വഴിയിൽ കൂടി പോയിട്ട് വേണം അതിൻ്റെ ഒറിജിനൽ പ്ലേസിലെത്താൻ വേണ്ടി. അതിൻ്റെ സെൻറ്റർ ഉണ്ട്, ഒരു പെട്രോൾ സെൻറ്റർ, അൽക്കസ്റ്റ് എന്ന് അവിടെ എത്താൻ വേണ്ടിയിട്ട്. ഭരണശിരാ കേന്ദ്രമാണ് അത്തരം. അന്നത്തെ കാലത്ത് 2400 വർഷം മുമ്പ് ഒരു ടെക്നോളജിയും ഒരു സയൻസും ഇല്ലാത്ത കാലത്ത് ഒരു ഭരണശിരാകേന്ദ്രം അവിടെ ഒരുക്കി എന്ന് പറഞ്ഞിട്ടെങ്കിൽ ആലോചിച്ചു. മാത്രമല്ല ഒരു ബിസിനസ് സെൻ്ററായിരുന്നു ഇവിടെ നിന്നാണ് പറയപ്പെടുന്നത്. ഈജിപ്ത്, അറേബ്യ, മറ്റ് ഏരിയകളിൽ നിന്നെല്ലാം ബിസിനസ് ഇവിടെ നിന്ന് നടത്തിയിരുന്ന ജനങ്ങൾ.
അങ്ങനെ ഞങ്ങൾ പെട്രോയിൽ കൂടി അൽക്കസിന എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലെല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണുള്ളത്. പല ഗുഹകളും വീടുകളും അങ്ങനെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. അവർ കുറേ അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ ഇത്രയും ഏരിയകളിലുണ്ടെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിരിക്കുന്നു. ഞാൻ മഴ പെയ്തെന്താ ഇവിടെ സ്ഥിതി പറയാൻ പറ്റില്ല. ഇവരെ മഴവെള്ളം സംഭരണം ഓൾറെഡി ഈ നബാത്യൻസ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് പറഞ്ഞത്. ഇതിലെത്തി എത്ര മഴ പെയ്താലും അതവർ സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് മഴവെള്ളം കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് അവർ പറയും. ഒരു കൊല്ലത്തിൽ 10 ലക്ഷം വിസിറ്റേഴ്സ് ഇവിടെ സന്ദർശിക്കുന്നുണ്ടെന്നാണ് ഇവരെ കണക്കുകൾ പറയുന്നത്. ഇതിൻ്റെ ഏകദേശം സെൻട്രലായിട്ടാണ് ഇവർ അൽക്കസന എന്നുള്ള സ്ഥലമുള്ളത്. ഇവിടെ എല്ലാം വീടുകളുണ്ട്. ഇതിലെ ഈ ഗുഹകളെല്ലാം ഇതിൻ്റെ അകത്ത് നല്ല സൗകര്യമുള്ള വീടുകളാണ് ഇതിലുണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവിധ ഡ്രെയിനേജ് സിസ്റ്റം അടക്കമുള്ള വീടുകളാണെന്ന് പറഞ്ഞത്. ഇവർ ഭൂകമ്പത്തിൽ ഇതെല്ലാം തകർന്നു പോയിരുന്നു. ഇത്ര അങ്ങനെ 2-3 നൂറ്റാണ്ടുകളോളം മറിഞ്ഞു കിടക്കായിരുന്നാണ് പറഞ്ഞത്. ആർക്കും അറിയില്ലായിരുന്നു. പിന്നീട് റോമൻ ഗ്രീക്ക് ആർക്കിയോളജിസ്റ്റുകൾ എക്സ്കവേറ്റ് ചെയ്തിട്ടാണ് വീണ്ടും ഇത് കണ്ടുപിടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കുറേ കാലത്തോളം ഇത് ആരും വിസ്മരിക്കപ്പെട്ട അങ്ങനെ നൂറ്റാണ്ടുകളോളം കടന്നത്രേ. അങ്ങനെ ഞങ്ങൾ അൽക്കസന എന്ന സ്ഥലത്തെത്തി. ഇതാണ് ഇവർ ഒറിജിനൽ ഭരണശിലാ കേന്ദ്രം. നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയില്ലേ, ആ സ്ഥലമാണിത്. പെട്രയുടെ 2400 വർഷം മുമ്പ് ഈ കൊട്ടാരത്തിലിരുന്നായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. അതിനകത്ത് എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവരും കൊട്ടാരം തന്നെയാണ് കണ്ടത്. അതിന് കൊത്തുപണികളുണ്ട്. ഒറ്റക്കല്ലിലെ പാറയിലാണ് കംപ്ലീറ്റ് കൊത്തിയെടുത്ത് കാത്തി എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടെന്നാണ്. ഇപ്പോൾ എൻട്രൻസ് നിർവഹിച്ചിരിക്കുന്നു. അതുകൊണ്ടും അങ്ങോട്ട് അകത്ത് കയറാൻ പറ്റില്ല. ഭയങ്കര സങ്കടമായിപ്പോയി. എന്നോട് പല ആൾക്കാരും പറഞ്ഞു, നിങ്ങൾ അടുത്ത കാലത്ത് അബുദാബിയിൽ ജീവിച്ചിട്ട് എന്തുകൊണ്ട് ഇത്ര കാലം വന്നില്ല? അടുത്ത കാലം വരെ അത് ഓപ്പൺ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എല്ലാറ്റിനും അതിൻ്റെ സമയമുണ്ട് ദാസ. ഈ ഇരിക്കുന്നത് നമ്മളെ കൂടെ വന്ന ട്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. ഇദ്ദേഹമാണ് മോമാലിക്ക, അബ്രാർ ഗ്രൂപ്പിൻ്റെ ഓണർ. അദ്ദേഹമാണ് ഈ ടൂറെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു സഹോദരനെ പോലെയാണ് എല്ലാവരും നോക്കി കൂടെ നിന്ന് കൊണ്ടുപോകുന്നത്. എങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഫാൻറ്റാസ്റ്റിക് ഫെലോ, വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ മാൻ. താങ്ക് യു മോമാലിക്ക ഫോർ യുവർ കൈൻഡ് സപ്പോർട്ട്. പിന്നെ നേരത്തെ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരമില്ല. നമുക്ക് എപ്പോഴാണ് അത് വിധിച്ചിട്ടില്ല ആ സമയത്തെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴാണ് നമുക്ക് ആ ഭാഗ്യം കിട്ടിയത്. അപ്പോൾ നമ്മൾ വന്നു കണ്ടു. അൽഹംദുലില്ലാഹ്, ദൈവത്തിന് സ്തുതി. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അൽക്കസന ട്രഷറി. ഇനി ഇവിടുന്ന് പുറത്തേക്കുള്ള വഴിയാണ്. പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ആംഫി തിയേറ്റർ, ഒരു വാട്ടർ സ്റ്റോറേജ് സിസ്റ്റംസ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പല ആൾക്കാർ ഇവിടുന്ന് മടങ്ങിപ്പോവാണ് നമ്മൾ സമയം വൈകിയെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ തോന്നിയില്ല. അതും കൂടി കണ്ടതിന് ശേഷം പോകുന്നതിലൊരു വാശിയിലാണ് ഞാനും അഷ്റഫായും. നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും കൂടി നമ്മളത് പോയി കാണാമെന്നില്ല നിലയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ.
ഇനി കാണാൻ പോകുന്നതാണ് ഭയങ്കര അത്ഭുതം. റോമൻ സ്റ്റൈലിൽ ഈ കല്ലിൽ കൊത്തിയെടുത്തൊരു ആംഫി തിയേറ്ററാണ് ഇനി കാണാൻ പോകുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 10,000 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ആംഫി തിയേറ്ററാണ് അവിടെ. ഈ ആംഫി തിയേറ്ററും നബാത്യൻസ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാം പാറയിൽ കൊത്തിയെടുത്തുള്ള ഇരിപ്പിടങ്ങൾ, സ്റ്റേജ്, എല്ലാം അന്നത്തെ സംഗീതവേദി, നാടകം, നാടകങ്ങൾ, സംഗീത അവതരണങ്ങൾ, പൊതുയോഗങ്ങൾ, ഭരണപരമായ പ്രഖ്യാപനങ്ങൾ എല്ലാം നടത്തിയിരുന്ന ഇവിടെ വെച്ചാണെന്ന് പറയപ്പെടുന്നത്, ഈ ആംഫി തിയേറ്ററിൽ വെച്ചിട്ട്. സാധാരണ റോമൻസ് പോലെ കാളപ്പൂരിനിലല്ല, ഇത് സംഗീത നാടകങ്ങളും മറ്റും നടത്തിയിരുന്ന ഈ കലാപരിപാടികൾ അവതരിപ്പിച്ചിരുന്ന തിയേറ്ററായിരുന്നു പറഞ്ഞത്. പിന്നീടത് ഇത് ഏകദേശം 2100 വർഷം മുമ്പാണ്, ക്രിസ്തുവിന് ഒരു നൂറ്റാണ്ട് മുമ്പ്. അതിനുശേഷം റോമൻസ് ഇത് ഏറ്റെടുത്തതിന് ശേഷം അത് വിപുലീകരിച്ചു എന്ന് പറയപ്പെടുന്നത്. അതിനുശേഷം നല്ലൊരു തിയേറ്ററാക്കി അവർ മാറ്റി റോമൻസിൻ്റെ ഭരണത്തിൽ വന്നപ്പോൾ എന്ന് പറയുന്നത്. എങ്കിലും ആലോചിച്ച് നോക്കണം, എത്ര 2100 വർഷം ഇത്രയും വലിയ ആംഫി തിയേറ്റർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് അവരെ ബുദ്ധി. കണ്ടില്ലേ, സീറ്റുകളെല്ലാം കണ്ടില്ലേ. ഇത് പറയപ്പെടുന്നത് വെറുതെ ആംഫി തിയേറ്റർ മാത്രമല്ല, ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിരുന്ന് എല്ലാം ഒരുമിച്ച് പരിപാടി അവതരിപ്പിച്ചിരുന്നു, കൈയടിച്ച് ചിരിച്ചിരുന്നു. ഒരു കാലഘട്ടത്തിൻ്റെ ശബ്ദമാണ് ഈ പാറകളിൽ ഒളിച്ചിരിക്കുന്നതെന്ന് പറയപ്പെടുന്നത്. ഈ പെട്രയുടെ മൊത്തം വിസ്തൃതി ഏകദേശം 264 ചതുരശ്ര കിലോമീറ്ററാണത്രേ. പെട്ര വെറൊരു ടൂറിസ്റ്റ് സ്ഥലം മാത്രമല്ല, അത് മനുഷ്യ ബുദ്ധിയുടെയും ധൈര്യത്തിൻ്റെയും സഹനശക്തിയുടെയും ഒരു അമര സ്മാരകം കൂടിയാണ്. മരുഭൂമിയുടെ നടുവിൽ വെള്ളം പോലും ഇല്ലാത്ത സ്ഥലത്ത് ഒരു ജനത, നബാത്യൻസ്, പാറകൾ വെട്ടി ഒരു നഗരം നിർമ്മിച്ചു. നൂറ്റാണ്ടുകൾ മറഞ്ഞു പോയെങ്കിലും പെട്രയുടെ ചരിത്രം ഇന്നും പാറകളിൽ ശബ്ദമില്ലാതെ സംസാരിക്കുന്നു. നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കില്ല ഈ ചരിത്രം. വാഡിമോസിൽ തുടങ്ങുന്ന വിശ്വാസം, നബാത്യരുടെ ബുദ്ധി, റോമൻ സ്വാധീനം, കാലത്തിൻ്റെ നാശം എല്ലാം ഒന്നിച്ചേർന്നാൽ അത് പെട്ര തന്നെയാണ്. കാലം മാറും, സാമ്രാജ്യങ്ങൾ വീഴും, പക്ഷേ പാറകളിൽ കൊത്തിയെടുത്ത ഈ കഥ ഒരിക്കലും മായില്ല. അങ്ങനെ നല്ല കുറേ ഓർമ്മകളും ചരിത്രവും ഓർത്തുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് മീ. ആൻഡ് ഇത് കുറേ നീണ്ടുപോയെന്ന് തോന്നുന്നു. അല്ലേ, സോറി അബൌട്ട് ഇറ്റ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമുക്ക്. അസ്സലാമു അലൈക്കും.